നമസ്കാരം. നിങ്ങൾ വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി കാരണം ആ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ മനസ്സിന് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട ഒരവസ്ഥ ഈ ഒരൊറ്റ തേർഡ് പാർട്ടി കാരണം സന്തോഷമായ ആ ജീവിതം നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? എങ്കിൽ ആ തേർഡ് പാർട്ടി എങ്ങനെ ഓടിച്ചു വിടാം നമുക്ക്? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട രണ്ട് സാധനം, ഒന്ന് കുന്തിരിക്കവും ഒന്ന് കസ്തൂരി മഞ്ഞളുമാണ്. അതെടുത്ത് നമ്മൾ ഈ പറയുന്ന അതേപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ, കോൺസെൻട്രേഷനോടും വിശ്വാസത്തോടും കൂടി ഈ കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ചെയ്യേണ്ടത്, ഈ കസ്തൂരി മഞ്ഞൾ എടുത്ത് അത് നീളത്തിൽ 2 കഷ്ണമാക്കുക. എന്നിട്ട് 2 പേപ്പർ എടുക്കുക. 2 പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരോ, അയാളുടെ പേരെഴുതുക. ആ പേരെഴുതിയതിൽ ഒരു കഷ്ണം കസ്തൂരി മഞ്ഞളും കുറച്ച് കുന്തിരിക്കവും ഇടുക. എന്നിട്ട് മറ്റേ പേപ്പറിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിൽ ഈ ഒരു കഷ്ണം ബാക്കിയുള്ള കസ്തൂരി മഞ്ഞൾ അത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 5-6 കഷ്ണങ്ങളാക്കാം. എന്നിട്ട് അത് അതിലേക്കിട്ട് കുറച്ച് കുന്തിരിക്കവും അതിലിടുക. അപ്പോൾ 2 പേപ്പറായി. 2 പേപ്പറും മടക്കുക. എന്നിട്ട് നമ്മുടെ വലത് കയ്യിൽ നമ്മൾ പേരെഴുതിയ ആ വ്യക്തിയുടെ പേരെഴുതിയ ആ പേപ്പറും ആ കസ്തൂരി മഞ്ഞളും കുന്തിരിക്കവും കൂടി വലത് കയ്യിൽ മടക്കി പിടിക്കുക. ഇടത് കയ്യിൽ പേരെഴുതാത്ത ആ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇടത് കയ്യിലും പിടിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം, ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകേണ്ട ആഗ്രഹവും മുന്നോട്ട് സന്തോഷമായി പോകേണ്ട കാര്യങ്ങളും ഒക്കെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യം ഉടനെ നടന്നു കിട്ടും എന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം ഈ വലത്ത് കയ്യിലുള്ള നമ്മുടെ പേരെഴുതിയത് ഒരു നൂല് കൊണ്ട് കെട്ടി അവിടെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. മറ്റേ ഇടത് കയ്യിലുള്ള ആ ഒരു 5-6 കഷ്ണങ്ങളാക്കിയ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ മഞ്ഞളും കുന്തിരിക്കവും കൂടിയുള്ള പേപ്പർ എടുത്ത് ഒരു ഗ്ലാസ്സിലോ ഒരു ചെറിയ പാത്രത്തിലോ ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. 3 ദിവസം അതങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ്സിലുള്ള ആ വെള്ളവും ആ സാധനം മൊത്തത്തിൽ നമുക്ക് കളയാം. ഈ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൽ മടക്കി കെട്ടി വെച്ചിട്ടുള്ളത് നിങ്ങൾ 21 ദിവസം രാവിലെ അതിൽ എടുത്ത് ഒരു 5 മിനിറ്റ് നേരം കയ്യിൽ പിടിച്ച് മനസ്സിൽ നന്നായി ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള മാനസികമായി അത് മനസ്സിൽ കരുതിക്കൊണ്ടേയിരിക്കുക ഒരു 5 മിനിറ്റ് നേരം. ഇത് നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയുടെ ശല്യം അതോടുകൂടി ഒഴിവായി പോകും. ഇത് ചില ആളുകൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് താമസം നേരിടുന്നത് നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ടും തടസ്സങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ താമസം നേരിടും ആ കാര്യം സാധിച്ചു കിട്ടാൻ. അത് നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും അതിന് മാറ്റങ്ങൾ വരും. ഇനി നെഗറ്റീവ് എനർജി അത്രയും ശക്തമായി നിന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ, ഇതിൻ്റെ അവസാനം വാട്സപ്പ് നമ്പർ കാണും, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ആ കാര്യം കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ കാര്യം പൂർണ്ണമായിട്ടും നടക്കും. ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി വിടാൻ പറ്റും. അവർക്ക് അവരുടെ ജീവിതം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യം നടക്കുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കും. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ മാറ്റങ്ങൾ തിരിച്ചറിയും. അത് വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമായി നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടുക ചെയ്യും. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണം, അത് നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല, തടസ്സങ്ങളുള്ളത് കൊണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ സാധിച്ച് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.